Hello everyone, good evening. Yes. അപ്പോൾ എല്ലാവരും ചോദിച്ച മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അല്ലേ. അപ്പോൾ ചില ഇൻഡസ്ട്രീസിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ബേസിക്കലി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കുറച്ച് ടഫായിട്ട് തോന്നുന്നത് കേട്ടോ. അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ ആ ലൈവ് ലിങ്ക് ഒന്ന് ലൈക്ക് ചെയ്തേ. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒന്ന് ആ ലൈവ് ലിങ്ക് ലൈക്ക് ചെയ്യുക. പ്ലസ് എനിക്ക് കുറച്ച് വളരെ ലിമിറ്റഡ് ഡേയ്സേ നമ്മുടെ മുമ്പിലുള്ളൂന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ചിലപ്പോൾ മറന്നു പോയിട്ടോ മടിയടിച്ചോ ഒക്കെ ഇരിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആൻഡ് ഓൾസോ കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷൻ പോലും വരുത്തുന്ന ചാപ്റ്ററാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ, ഹൗസ് ദ ചാപ്റ്റർ? ഈസി ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നാറ്? എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നാറുണ്ടോ? ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഈസി മോഡറേറ്റ് ആണെങ്കിൽ എല്ലാവരും കുറച്ച് ഗ്രീൻ ഹാർട്ട്സും, ഭയങ്കര ടഫായിട്ട് തോന്നുന്നവരെ എന്ത് ചെയ്യുക, റെഡ് ഹാർട്ട്സും എന്ന് ഇട്ടെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എത്ര പേർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്ന്. ഓക്കെ, യെസ്. അപ്പോൾ എൻ്റെ പേര് ഇനിയും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മൈ നെയിം ഇസ് ഐഷ കേട്ടോ, ഐഷയാണ്. യെസ്. അപ്പോൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ ആയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് നമ്മൾ വൺ ഷോട്ട് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. 1 hour, മാക്സിമം 1 hour ഉള്ളൂ. ലെസ് ദാൻ 1 hourൽ തന്നെ ഓരോ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റ് എല്ലാം റിവൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വൺ ഷോട്ട് സീരീസ് ഒക്കെ നടന്നിരുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും ചാപ്റ്ററിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കിയാൽ യു ക്യാൻ ഗെറ്റ് ഓൾ ദ വീഡിയോസ് ഓഫ് ദ ചാപ്റ്റേഴ്സ്. ഓക്കെ, നല്ലൊരു സെഷൻസ് തന്നെ ആയിട്ട്, അതായത് നിങ്ങൾക്ക് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, കമ്മിങ് ടു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, ഈ ചാപ്റ്ററും ഞാൻ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ ഓൾ സെറ്റ്, എല്ലാവരും ഫുൾ പവറിലാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫേവറേറ്റ് യെല്ലോ ഫ്ലവേഴ്സ് ഇട്ട് തന്നാൽ വി ക്യാൻ സ്റ്റാർട്ട് ദ സെഷൻ സൂൺ. ഓക്കെ, റെഡിയാണ്. ഓക്കെ, സോ നമുക്ക് എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്? മാനുഫാക്ചറിങ്ങിനെ കുറിച്ചിട്ടാണ് അല്ലേ. മാനുഫാക്ചറിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കണോമിക് ആക്ടിവിറ്റീസിൽ തന്നെ ഇൻഡസ്ട്രീസ്, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി എന്നൊക്കെ. അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രീസും മാനുഫാക്ചറിങ്ങും ഒരുപോലെ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും ഒക്കെ ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ പ്രൈമറിയിലുള്ള ഒരു സാധനം, നമ്മുടെ അഗ്രികൾച്ചറിലുള്ള ഒരു സാധനത്തെ ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് എവിടെയാണ്? നമ്മൾ ഈ ഒരു മാനുഫാക്ചറിങ്ങിലൂടെയാണ് അല്ലേ. നമ്മളെ റോ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽസിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് എവിടെയാണ്? മാനുഫാക്ചറിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ. ഓക്കെ, സോ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മുടെ വുഡ്സ്, ബാംബു ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഇൻഡസ്ട്രീസിൽ കൊണ്ടുപോയിട്ട് പേപ്പേഴ്സ് ആക്കുന്നുണ്ട്. ഇതൊരു മാനുഫാക്ചറിങ് ആണെന്ന് പറയാം. ദെൻ വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ ഷുഗർ കെയിൻ അല്ലേ, കൃഷിയിൽ നിന്നുള്ള ഷുഗർ കെയിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഷുഗർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഫ്രം ഇൻഡസ്ട്രീസ്. അത് മാനുഫാക്ചറിങ് ആണെന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടൺ. ഓക്കെ, കോട്ടൺ യാണെന്ന് എടുത്ത് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ദാറ്റ് കംസ് അണ്ടർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഈസിയാണ്, ടെൻഷൻ ഒന്നും അടിക്കേണ്ട. വേറെ എന്തെങ്കിലും മൈൻഡിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ, ബാക്കി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആഫ്റ്റർ പ്രോസസ്സിംഗ് ഫ്രം റോ മെറ്റീരിയൽസ് ടു വാല്യുബിൾ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് മാനുഫാക്ചറിങ് അല്ലേ. എന്ത് ചെയ്യാണ്, ഒരുപാട് വലിയ ലാർജ് ക്വാണ്ടിറ്റീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളെ കയ്യിലുള്ള റോ മെറ്റീരിയൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുക. റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുക. ഷുഗർ കെയിനെ ഷുഗർ ആക്കുക, കോട്ടണിനെ ക്ലോത്ത് ആക്കുക, ബാംബുവിനെ പേപ്പേഴ്സ് ആക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെ ലാർജ് ക്വാണ്ടിറ്റീസിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അപ്പോൾ മാനുഫാക്ചറിങ് എന്താണെന്ന് മനസ്സിലാവാതെ നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. സോ എന്താണ് മാനുഫാക്ചറിങ് എന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗിവ് മീ സം യെല്ലോ ഫ്ലവേഴ്സ്.
റെഡി, സെറ്റ് ആണല്ലോ അല്ലെ? യെസ്. അപ്പൊ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 സെക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ത്യൻ എക്കണോമിയിലുള്ള, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. അപ്പൊ ആ സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അല്ലെ? പ്രൈമറി മെറ്റീരിയൽസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മുടെ റോ മെറ്റീരിയൽസിനെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് എവിടെയാണ്? മാനുഫാക്ചറിങ് സെക്ടറിലാണ്. ഓക്കെ. സോ ഒരു രാജ്യത്തിന്റെ എക്കണോമിക് സ്ട്രെങ്ത് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലുള്ള ഡെവലപ്മെന്റ് ആണ്. അതായത് നല്ല രീതിയിൽ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി കൻ സേ യെസ്, ആ ഒരു കൺട്രി അടിപൊളിയാണ്, നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇതാണ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. എന്തിനാണ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നത്? ഇന്ത്യയിൽ ഇതിന്റെ ഒരു പ്രസക്തി എന്താണ്? വൈ ഈസ് ഇറ്റ് സോ എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യാനും ജോബുകൾ അഗ്രികൾച്ചർ സെക്ടറിലും ആൻഡ് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടറിൽ കൊടുക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഓക്കെ. സോ റെഡ്യൂസിങ് റിലയൻസ് ഓൺ അഗ്രികൾച്ചർ ഇൻകം. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കൂടുതലും അഗ്രികൾച്ചർ ഡിപ്പെൻഡന്റ് കൺട്രി ആണ് അല്ലെ? അപ്പൊ വെറും നമ്മൾ ഈ ഒരു കൃഷിയിൽ മാത്രം ഒതുങ്ങിയിരിക്കാതെ ബാക്കിയുള്ള സെക്ടേഴ്സിലൂടെ പോകാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങിയാൽ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡറി സെക്ടറിൽ കൂടുതൽ ജോബ് ഉണ്ടാവും. അതേപോലെ തന്നെ സെക്കൻഡറി സെക്ടറിൽ എന്തുകൊണ്ടാണ് ജോലി ഉണ്ടാകുന്നത്? കാരണം അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെ നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ട് അല്ലെ? ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ അങ്ങനെ ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫാക്ടറിയും അതിന്റെ പണിയെടുക്കാനുള്ള ആൾക്കാരൊക്കെ ആവശ്യമാണ്. അപ്പൊ അവിടെ എങ്ങനെ കിട്ടുന്നുണ്ട്? ജോലികൾ ഇൻഡസ്ട്രി സെക്ടറിന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് അതേപോലെ തന്നെ ടെർഷ്യറി സെക്ടറിന് ജോലി കിട്ടുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ടെർഷ്യറി സെക്ടർ വഴിയേ നമുക്ക് എന്ത് പോസിബിൾ ആവുള്ളൂ? ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ബാങ്കിങ് ഒക്കെ പോസിബിൾ ആവുന്നുള്ളൂ. ഓക്കെ. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? ജോലികൾ മറ്റുള്ള സെക്ടേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എന്തുകൂടെ ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഗ്രികൾച്ചറിലേക്കുള്ള ട്രാക്ടേഴ്സ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. സോ നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതേപോലെ ഏതൊരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ഒഴിവാക്കണം? അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കണം അല്ലെ? അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കണം, പോവർട്ടി നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ട്രൈബൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസിലുള്ള റീജിയണൽ ഡിസ്പാരിറ്റീസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. സോ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ വാട്ട് വി ക്യാൻ ഡു ഇൻ ട്രൈബൽ ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അത് റീജിയണൽ ഡിസ്പാരിറ്റീസ്, ആ ഒരു വേർതിരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എക്സ്പോർട്ട് ഓഫ് മാനുഫാക്ചർ ഗുഡ് എക്സ്പാൻഡ്സ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സാധനം ഉൽപ്പാദിപ്പിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മാനുഫാക്ചറിങ് സെക്ടറിൽ നിന്നിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി അത് വേറെ കൺട്രീസിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, യെസ്, പുറത്തേക്ക് അയക്കുവാണെങ്കിൽ അവിടെ എന്തുണ്ട്? യെസ്, നമ്മുടെ ട്രേഡും കൊമേഴ്സും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കച്ചവടക്കാരായിട്ട് നമ്മളെ രാജ്യത്തിന് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ത്രൂ ദാറ്റ് നമുക്ക് എന്തുകൂടെ ഏൺ ചെയ്യാൻ പറ്റും? ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെ? മറ്റ് കൺട്രീസിലേക്ക് നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഒബ്വിയസ്ലി വാട്ട് വിൽ ഗെറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെ? അതിന്റെ പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ കറൻസീസും നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺട്രീസ് ദാറ്റ് കൺവേർട്ട് റോ മെറ്റീരിയൽ ഇൻടു ഡൈവേഴ്സ് ഫിനിഷ് ഗുഡ്സ് ടെൻഡ്സ് ടു ബി പ്രോസ്പെറസ് അല്ലെ? റോ മെറ്റീരിയൽസ് ഇങ്ങനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന രാജ്യങ്ങളൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള കൺട്രീസ് ആയിരിക്കും കേട്ടോ. സോ ഇന്ത്യസ് പ്രോസ്പെറിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഇൻക്രീസിങ് ആൻഡ് ഡൈവേഴ്സിഫൈങ് ഇറ്റ്സ് മാനുഫാക്ചറിങ് സെക്ടർ ടു. അപ്പം എന്തുകൊണ്ട് നമ്മൾ മാനുഫാക്ചറിങ് സെക്ടർ ഡെവലപ്പ് ചെയ്താൽ ഒബ്വിയസ്ലി ദെയർ വിൽ ബി ഗ്രോത്ത് ഇൻ അവർ കൺട്രി ടു. ഓക്കെ, സിമ്പിൾ. സോ ഇതാണ് നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? റെഡി ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ഇടയ്ക്കിടെ ആ യെല്ലോ ഫ്ലവേഴ്സ് ഒന്ന് ഇട്ട് തരണം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി. യെസ്. ഇനി അഗ്രികൾച്ചറും ഈ ഇൻഡസ്ട്രിയും തമ്മിൽ വല്ലാത്തൊരു കണക്ഷൻ ഉണ്ട്. ഇവർ ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് ഡിപ്പെൻഡ് അപ്പോൺ ഈച്ച് അതർ. ഓൺ വൺ ഹാൻഡ് ഇൻഡസ്ട്രീസ് ലൈക്ക് ഷുഗർ, ടെക്സ്റ്റൈൽ എക്സെട്ര ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ലൈക്ക് കോട്ടൺ ഇസ് ദ റോ മെറ്റീരിയൽ ഇൻ കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ്. കുറച്ച് ദിവസം ചെറിയ പനിയായിരുന്നു, അതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇന്ന് ഫുൾ ചുമയും മൂക്കടപ്പൊക്കെയാണ്. ഓക്കെ, സോ എന്താണ് സംഭവം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവർ ഭയങ്കര ഈച്ച് അതർ ഡിപ്പെൻഡന്റ് ആവുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസിലുള്ള ഈ ഷുഗർ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അതെന്തുകൊണ്ടായിരിക്കും? കാരണം ഇവർക്ക് ഷുഗർ ഉണ്ടാക്കണമെങ്കിലും അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസ് അല്ലെ തുണികൾ ഉണ്ടാക്കണമെങ്കിലും അതിനുള്ള റോ മെറ്റീരിയൽസ് ഇവർക്ക് എവിടെ കിട്ടുന്നത്? അഗ്രികൾച്ചറിൽ നിന്നാണ്. അപ്പൊ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വൈസ് വേഴ്സ തിരിച്ചും നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, നമ്മുടെ അഗ്രികൾച്ചറും ഈ ഇൻഡസ്ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അതായത് ഇൻഡസ്ട്രീസ് വഴിയാണ് ഈ അഗ്രികൾച്ചറിലേക്കുള്ള ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ പമ്പ്, PVC പൈപ്പ്, ട്രാക്ടേഴ്സും മെഷീൻസും ഒക്കെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവർ രണ്ടുപേരും ഇൻഡസ്ട്രി അഗ്രികൾച്ചറിനെയും അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് 2 ഡിക്കേഡ്സ് നോക്കുവാണെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് സ്റ്റാഗ്നേറ്റഡ് അറ്റ് 17% ഓഫ് GDP ആയിരുന്നു കേട്ടോ. ഔട്ട് ഓഫ് ടോട്ടൽ 27% ടു ദ ഇൻഡസ്ട്രി വിച്ച് ഇൻക്ലൂഡ് 10% മാത്രമായിരുന്നു മൈനിങ്, ക്വാറിങ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസിനൊക്കെ ഉണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഡെപ്ത് ആയിട്ട് ഇവിടെ ഒന്നും പോകണ്ട. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ അല്ലെ. ഇൻഡസ്ട്രിയൽ, നമ്മളൊരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഇൻഡസ്ട്രിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നോക്കേണ്ടതുള്ളതെന്ന്. നമ്മൾ ലേബർ നോക്കണം, പിന്നെ എന്താണ് ക്യാപിറ്റൽ. ആദ്യം തന്നെ ഫസ്റ്റ് വൺ ഇസ് ക്യാപിറ്റൽ അല്ലെ. നമ്മൾ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനുള്ള പൈസ ആവശ്യമാണ്, ക്യാപിറ്റൽ ആവശ്യമാണ്. പിന്നെ അവിടേക്കുള്ള റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ആ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് വർക്കേഴ്സിനെ, തൊഴിലാളികളെ ആവശ്യമാണ്. ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ, മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ പവർ സപ്ലൈ ആവശ്യമാണ്. പിന്നെ മാർക്കറ്റിന്റെ അടുത്തുള്ള സ്ഥലം ആകുമ്പോൾ അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് പോയി വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ആക്സസ് ടു മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിലേക്ക് എത്തണമെങ്കിലുള്ള ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. റോ മെറ്റീരിയൽസ് ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്കും എത്തിക്കണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ആൻഡ് ഓൾസോ ഗവൺമെന്റ് പോളിസീസും നമുക്ക് ഫേവർ ആയിട്ട് ഇരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന? ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ്, ഓക്കെ, ഇറ്റ് ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും കാര്യങ്ങൾ നോക്കുന്നതാണ്. അതൊന്നുകൂടെ ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടും കേട്ടോ. ഓക്കെ, so ശ്രദ്ധിച്ചു കേട്ടോ. Let's see what are the factors which affect the location of an industry. ഒരു ഇൻഡസ്ട്രിയുടെ ലൊക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഒന്നാമത്തത് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഭയങ്കര ചീപ്പായിട്ടും ഒരുപാട് അല്ലെ ചെറിയ പൈസക്ക് ഗുണമോ മെച്ചം വിലയോ തുച്ഛം എന്നുള്ള സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യാറുള്ളത് അല്ലെ. അത് ഏത് ഇൻഡസ്ട്രീസ് ആണെങ്കിലും നമ്മൾ കോമൺ ആയിട്ടുള്ള നമ്മൾ സാധാരണക്കാർ സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്, കൺസ്യൂമിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ചെറിയ പൈസക്ക് നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടണം. അപ്പോൾ ഈ റോ മെറ്റീരിയൽസും ഏതൊരു ഫാക്ടറീസും നോക്കുക എന്താണ്? ചെറിയ പൈസക്ക് കൂടുതൽ റോ മെറ്റീരിയൽസ് കിട്ടുമെന്നുള്ളതാണ്. റോ മെറ്റീരിയൽസ് ഇല്ലാതെ അവർക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. യെസ്, ഇനി അടുത്തത് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ലേബേഴ്സ് ആണ് അല്ലേ. യെസ്, അപ്പം ലേബേഴ്സിന്റെ കോസ്റ്റ് കുറച്ചാൽ അവർക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കുറയ്ക്കാൻ പറ്റും അല്ലേ. ഈ വർക്കേഴ്സിനുള്ള, തൊഴിലാളികൾക്കുള്ള കൂലി കുറച്ചാൽ അവർക്ക് കുറച്ചുകൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ലേ. യെസ്, അപ്പൊ ആ ലേബറും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് പവർ അല്ലെ. അപ്പോൾ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും മെഷീൻസ് റൺ ചെയ്യുന്നതാണ്. അതൊക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പവർ സപ്ലൈ അത്യാവശ്യമാണ്. സോ ചീപ്പ് ആൻഡ് കണ്ടിന്യൂസ് പവർ ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ളതും ആൻഡ് ഓൾസോ കണ്ടിന്യൂസ് സപ്ലൈയും കിട്ടുന്ന പവേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കുക. നെക്സ്റ്റ് ഇസ് ക്യാപിറ്റൽ അല്ലെ. നമുക്ക് ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും ബാക്കി മൊത്തം മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കാനും കുറേ ചെലവുകൾ ഉണ്ടാവും. ആ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പം ക്യാപിറ്റൽ എന്ന് പറയുന്നതും മറ്റൊരു ഫാക്ടറാണ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഇൻഡസ്ട്രി. നെക്സ്റ്റ് ഇസ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഫെസിലിറ്റീസ് ഫേവറബിൾ. ഗവൺമെന്റ് പോളിസി വേണം അല്ലെ. ഈ ലോണൊക്കെ എടുക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ബാങ്കിന്റെയും ഇൻഷുറൻസ് കമ്പനീസിന്റെ സഹായം ആവശ്യമാണ്. നമ്മളൊരു ഇൻഡസ്ട്രി ഒക്കെ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് അല്ലെ, ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആയിരിക്കും നമ്മളെ കയ്യിലുണ്ടാവുന്നത്. അപ്പോൾ ആ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ഒക്കെ വാങ്ങാനും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചു ചെയ്താൽ ആ ലോസ് ബെയർ ചെയ്യാനും നമ്മൾക്ക് ഇൻഷുറൻസിന്റെ സഹായം ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഗവൺമെന്റ് നല്ല രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നൂലാമാലകൾ പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ. എഗ്രിമെന്റ്സിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും ഗവൺമെന്റിന്റെ ഈ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യില്ല. അപ്പം അതും നമുക്ക് എന്ത് വേണം? ഫേവറബിൾ ആയിട്ടുള്ളത് വേണം. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? റോ മെറ്റീരിയൽസ്, ലേബർ, പവർ, ദെൻ
capital, and finally banking, insurance, favorable government policies. Clear ആണോ? റെഡി ആണോ? സെറ്റ് ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പോൾ ക്ലിയർ ആയവരെല്ലാവരും എന്ത് ചെയ്യുക, കുറച്ച് യെല്ലോ ഫ്ലവേഴ്സ് ഇട്ട് തരാം. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. സോ ഇത്രയും ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നോക്കാനുള്ളത് ഇൻഡസ്ട്രിയും മാർക്കറ്റും തമ്മിലുള്ള ലിങ്കേജ് എങ്ങനെയാണെന്നാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒന്ന് നോക്കണേ. അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രീസിൽ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഇൻപുട്സ് വേണം. ഇൻപുട്സ് എന്ന് പറയുന്നത് നമ്മുടെ റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കോമ്പണൻറ്റ് പാർട്സ് ഒക്കെയാണ് റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത് അല്ലേ. ഒപ്പം തന്നെ നമുക്ക് എന്തുകൂടെ വേണം, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രനർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻപുട്ടിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, നമ്മുടെ റോ മെറ്റീരിയൽസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഈ കൃഷിയിടങ്ങളിലുള്ളതാണെങ്കിൽ നമ്മൾ ഈ കരിമ്പ് അല്ലെ, നമ്മുടെ ഷുഗർ കെയിനെ എല്ലാം പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്തിട്ട് ഒരു വണ്ടിയിലൊക്കെ കയറ്റി ഇൻഡസ്ട്രിയൽ ലൊക്കേഷനിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ ഒരു ഫാക്ടറിയിൽ എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് വരുത്തുകയാണല്ലേ ചെയ്യുന്നത്. അതിനൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റിയതിന് ശേഷം വീണ്ടും അത് ഇൻഡസ്ട്രീസിലാണോ കീപ്പ് ചെയ്യുന്നത്? അല്ല, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നു. എങ്ങോട്ടേക്കാണ്? സാധനം വിൽക്കണ്ടേ, നമുക്ക് ഇവിടെ സൂക്ഷിച്ചു വെക്കാനാണോ നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചത്? നോ, നമ്മൾ എന്തിനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്? അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നു. അങ്ങനെ മാർക്കറ്റിൽ പോയി വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പൈസ കിട്ടുന്നു. പൈസ കിട്ടുമ്പോൾ വീണ്ടും നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുന്നു. റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്തിട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നു. ഫാക്ടറിയിൽ നിന്ന് നമുക്കൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കിട്ടുന്നു. ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്തിട്ട് എവിടേക്ക് കൊണ്ടുവന്നു? മാർക്കറ്റിലേക്ക്. മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? പൈസ കിട്ടുന്നു. സോ ദിസ് സർക്കിൾ ഗോസ് ഓൺ. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഡസ്ട്രിയും മാർക്കറ്റും തമ്മിലുള്ള ലിങ്കേജ് എന്ന് പറയുന്നത്. എന്ത് സിമ്പിൾ ആണ് അല്ലെ. ഡയഗ്രാം ഒക്കെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താണ്, ഇപ്പൊ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത്. ബട്ട് ദിസ് ഇസ് വെരി സിമ്പിൾ, റൈറ്റ് അല്ലെ. ഈസി ആയിട്ട് നമുക്ക് പറയുന്ന ബേസിക് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രി മാർക്കറ്റ് ലിങ്കേജ് എന്ത് ചെയ്യാ, നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. റെഡിയാണോ? ഇനിയും ഒരുപാട് പേര് ഇവിടെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ആ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് മക്കളെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഞാനൊന്ന് സന്തോഷിക്കട്ടെ. യെസ്, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. റെഡി, സെറ്റ് അല്ലേ? യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെഡി ആണല്ലോ. ഓക്കെ, സോ ഐഡിയൽ ലൊക്കേഷൻ ഓഫ് എ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഒരു ഇൻഡസ്ട്രി എങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എക്സൈറ്റ് നമ്മൾ നോക്കണം. കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് റോ മെറ്റീരിയൽസ് നോക്കണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് കുറയണം, റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കുറയണം, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ ഇതിൻ്റെ കോസ്റ്റ് കുറയണം, ആൻഡ് ഓൾസോ ഡിസിഷൻ ടു ലൊക്കേറ്റ് ഫാക്ടറി എക്സൈറ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറഞ്ഞാലും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? കൂടുതൽ ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എനിവേ മൂവിങ് ഓൺ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. 1 മാർക്കിനൊക്കെയാണ് യൂഷ്വലി ചോദിക്കാറ്. ബട്ട് നമുക്ക് എന്തിനെ കുറിച്ച് ഐഡിയ വേണം? ഇതിനെ കുറിച്ചിട്ടൊരു ഐഡിയ വേണം കേട്ടോ. ഓക്കെ, സോ ഗോയിങ് ടു ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. എവിടെ? യാ, ഓക്കെ, 5 എണ്ണമായിട്ടാണ് ഇൻഡസ്ട്രീസിന്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലേ, പല ഇൻഡസ്ട്രീസും ഉണ്ട്. ഇപ്പൊ നമ്മൾ കാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഉണ്ടെന്ന് പറയാം. പിന്നെ എന്താണ്, ലാർജ് ഇൻഡസ്ട്രീസ്, സ്മോൾ ഇൻഡസ്ട്രീസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഓരോ ഹെഡിങ്സിന്റെ അണ്ടറിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. സോ റോ മെറ്റീരിയൽസ് ബേസ് ചെയ്തിട്ട് ഓരോ ഇൻഡസ്ട്രീസ് എന്ന്, പിന്നെ ഓരോ ഇൻഡസ്ട്രീൻ്റെയും റോള് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓണർഷിപ്പ് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദ ബൾക്ക് ആൻഡ് വെയിറ്റ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഓഡിബിൾ അല്ലേ? യാ, റെഡിയാണ്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിന്റെ ബേസിസിൽ എങ്ങനെയാണ് ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തതെന്ന്. അത് 2 എണ്ണം ഇവിടെ നിങ്ങൾ നോക്കണം. ഏതൊക്കെയാണ്? ആഗ്രോ ബേസ്ഡും മിനറൽ ബേസ്ഡുമാണ് കേട്ടോ. അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് എടുക്കുന്നതിന് നമ്മൾ ആഗ്രോ ബേസ്ഡ് എന്ന് പറയുന്നുണ്ട്. അതിലാണ് നമ്മളുടെ കോട്ടൺ, വൂളൻ, ജൂട്ട്, സിൽക്ക്, ടെക്സ്റ്റൈൽ, റബ്ബർ, ഷുഗർ, ടീ, കോഫി, എഡിബിൾ ഓയിൽ ഒക്കെ ഇതൊക്കെ അഗ്രികൾച്ചറിന് എടുക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ നമ്മൾ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി മിനറൽസ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്യേണ്ട ഈ സ്റ്റീൽ ഇൻഡസ്ട്രീസ്, സിമെന്റ് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിന്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
മിനറൽസ് ആയിരിക്കും. സോ അതിന് എക്സാമ്പിളാണ് അയൺ ആൻഡ് സ്റ്റീൽ, സിമെന്റ്, അലുമിനിയം, മെഷീൻ ടൂൾസ്, പെട്രോ കെമിക്കൽസ്. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽസ് ബേസ് ചെയ്തിട്ട് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് ആഗ്രോ ബേസ്ഡും അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസും, രണ്ടാമത്തത് മിനറൽസ് റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസുമാണ്. റെഡിയാണോ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്തത് ഓരോ ഇൻഡസ്ട്രീസിന്റെയും റോൾ അനുസരിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ബേസിക് ഓർ കീ ഇൻഡസ്ട്രീസും രണ്ടാമത്തത് കൺസ്യൂമർ ഇൻഡസ്ട്രീസുമാണ്. അപ്പൊ ബേസിക് ഓർ കീ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ് റോ മെറ്റീരിയൽസ് ആയിട്ട് കൊടുക്കുന്നത് ടു മാനുഫാക്ചർ അതർ ഗുഡ്സ്, അല്ലെ മറ്റുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ബേസിക് ഓഫ് കീ ഇൻഡസ്ട്രീസിൽ കൊടുക്കുന്നത്. ലൈക്ക് അയൺ ആൻഡ് സ്റ്റീൽ ആൻഡ് കോപ്പർ സ്മെൽറ്റിംഗ്, അലൂമിനിയം സ്മെൽറ്റിംഗ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി കൺസ്യൂമർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് കൺസ്യൂമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഓക്കെ, അതായത് നമുക്കുള്ള ഷുഗർ, ടൂത്ത് പേസ്റ്റ്, പഞ്ചസാര, ഇതൊക്കെയാണ് ഏതിൽ വരിക? കൺസ്യൂമർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ് ആണ് ഈ കൺസ്യൂമർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? റോ മെറ്റീരിയൽസ് ആയിട്ട് മാറുന്നത്. അതായിരിക്കും അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അവരുടെ പ്രൊഡക്റ്റ്, അതായത് അയൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ പല സാധനങ്ങളും ഉണ്ടാക്കുന്നു. കോപ്പർ സ്മെൽറ്റിങ് വേറെ പല സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത് ഡയറക്ട്ലി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അല്ലേ? അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ആണ് കീ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കൺസ്യൂമർ യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിനെ നമ്മൾ കൺസ്യൂമർ ഇൻഡസ്ട്രീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? ഇനിതാ ഓരോരുത്തരുടെയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അത് നോക്കിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. എങ്ങനെയാണ് ക്യാപിറ്റൽ എന്ന് നോക്കിയിട്ടില്ലേ? അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഇൻവെസ്റ്റ്മെന്റ് അപ് ടു 1 crore വരെയാണെങ്കിൽ നമുക്ക് അത് എന്ത് പറയാം? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണെന്ന് പറയാം. എബവ് 1 crore ആണെങ്കിൽ, എബവ് 1 CR ആണെങ്കിൽ അത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. റെഡി? യെസ്. ഇനി ഓണർഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓണർഷിപ്പ് ബേസിസിൽ നമുക്ക് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രീസ്, കോപ്പറേറ്റീവ് ഇൻഡസ്ട്രീസ് എന്നിങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, സോ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓൺ ചെയ്യുന്നതും അതിന്റെ എല്ലാ നടത്തിപ്പും നോക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും. ബെല്ല്, സെയിൽ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾ, ഗവൺമെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവില്ല. നമ്മൾ ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലെ, ഇത് ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും. ടിസ്കോ, ബജാജ്, ദെൻ ഡാബർ ഇൻഡസ്ട്രീസ് ഒക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ജോയിന്റ് സ്റ്റോക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഇത് ജോയിന്റ്ലി എന്ത് ചെയ്യും? jointly read by the states and individuals or a group of individuals. സ്റ്റേറ്റും ഇൻഡിവിജ്വലും ഗവൺമെന്റും ഒരു വ്യക്തി കൂടെ ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ ഫോം ചെയ്തിട്ട് റൺ ചെയ്യുന്നതാണ് നമ്മുടെ ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് അല്ലെ, ഓയിൽ ഇസ് എൻ എക്സാമ്പിൾ ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ദാറ്റ് ഈസ് ദ ജോയിന്റ് സെക്ടർ ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തതാണ് കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് ഇത് ഓൺ ചെയ്യുന്നതും ഇതിന്റെ വർക്കിങ്ങും ആരായിരിക്കും ചെയ്യുക? ഒന്നെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആയിരിക്കും, ആ സാധനം പ്രൊഡ്യൂസ് ചെയ്ത ആളായിരിക്കും, അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തിട്ടുള്ള ആളായിരിക്കും, വർക്കേഴ്സ് ആവാം, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ആവാം കോപ്പറേറ്റീവ് സെക്ടർ എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത്. സോ ദേ പൂൾ ഇൻ ദ റിസോഴ്സ് ആൻഡ് ഷെയർ ദ പ്രോഫിറ്റ് ലെസ് പ്രൊപ്പോർഷനേറ്റ്ലി. അവരെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ റിസോഴ്സസും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അവർ തന്നെ അവരുടെ പ്രോഫിറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് എക്സാമ്പിൾ നമുക്ക് മഹാരാഷ്ട്രയിലെ ഷുഗർ ഇൻഡസ്ട്രീസും കേരളത്തിലെ നമ്മുടെ കയർ നിർമ്മാണം, അതായത് കോയർ ഇൻഡസ്ട്രീസും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഓണർഷിപ്പിന്റെ ബേസിസിൽ പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ജോയിന്റ് ആയിട്ട് ചെയ്യുന്നതുണ്ട്, കോപ്പറേറ്റീവ് സെക്ടർ ഉണ്ട്. റെഡി ആണോ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തുള്ള ഡിവിഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. ബേസ്ഡ് ഓൺ ദ ബൾക്ക് ആൻഡ് വെയിറ്റ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫിനിഷ്ഡ് ഗുഡ് അല്ലെ, നമ്മുടെ സാധനങ്ങളുടെ റോ മെറ്റീരിയൽസിന്റെയും ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും ആ ഒരു ബൾക്കും വെയിറ്റും എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഹെവി ഇൻഡസ്ട്രീസ് ആയിട്ടും ലൈറ്റ് ഇൻഡസ്ട്രീസ് ആയിട്ടുമാണ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ്? ഹെവി ഇൻഡസ്ട്രീസ് ആയിട്ടും ലൈറ്റ് ഇൻഡസ്ട്രീസ് ആയിട്ടും. ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അയോൺ ആൻഡ് സ്റ്റീൽ ഒക്കെയാണ് ഇവിടെ റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗുഡ്സ്, അതായത് ഇലക്ട്രിക്കൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഒക്കെ അതിനുള്ളതാണ് നമ്മുടെ ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്
ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണുള്ളത്? റോ മെറ്റീരിയൽസ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ആഗ്രോ ബേസ്ഡും അതേപോലെ മിനറൽ ബേസ്ഡും ഉണ്ട്. ഇനി അവരുടെ മെയിൻ റോൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ബേസിക് ഇൻഡസ്ട്രീസും കൺസ്യൂമർ ഇൻഡസ്ട്രീസും ഉണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും ഉണ്ട്. ഓണർഷിപ്പ് നോക്കിയിട്ട് പബ്ലിക്, പ്രൈവറ്റ്, ജോയിന്റ് സെക്ടർ, കോപ്പറേറ്റീവ് സെക്ടർ ഇൻഡസ്ട്രീസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ബൾക്ക് ആൻഡ് വെയിറ്റ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫിനിഷ്ഡ് ഗുഡ് നോക്കിയിട്ട് ഹെവി ഇൻഡസ്ട്രീസും ലൈറ്റ് ഇൻഡസ്ട്രീസുമാണ് നമുക്ക് ഉള്ളത്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, റെഡി? യെസ് യെസ് യെസ്, സെറ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ ടൈം എടുക്കലുണ്ടാവും, ബിക്കോസ് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇനിയാണ് നിങ്ങൾക്ക് ടഫ് ആണെന്ന് ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ സിമ്പിൾ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തത് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ആഗ്രോ ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അത് അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോന്നാണ് അല്ലേ? സോ ഇതിലെ റോ മെറ്റീരിയൽസ് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൽ നിന്ന് റോ മെറ്റീരിയൽസ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതായത് ടെക്സ്റ്റൈൽസ്, കോട്ടൺ എടുത്തിട്ടാണ് നമ്മൾ ടെക്സ്റ്റൈൽസ് അതായത് തുണികളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ജൂട്ട്, സിൽക്ക്, വൂളൻ, റബ്ബർ, ഷുഗർ, കോഫി, ടീ, ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ് അല്ലേ? ഈ ചായപ്പൊടി അതായത് തേയില, അഗ്രികൾച്ചറിലുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള തേയില എടുത്തിട്ടാണ് നമ്മൾ തേയിലപ്പൊടി, ചായപ്പൊടി ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അതും ഏതാ? ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് തന്നത്? വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. എങ്ങനെയാണ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫോം ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. യെസ്, അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് റോ കോട്ടൺ എടുക്കുന്നു, സ്പിന്നിങ്ങിന് കൊടുക്കുന്നു, അതിൽ നിന്നിട്ട് യാൺ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് വീവ് ചെയ്യുന്നു, അത് ഫാബ്രിക് ആയിട്ട് മാറ്റി കളറൊക്കെ മുക്കുന്നു, ഗാർമെന്റ്സ് ആക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസ് എടുക്കുന്നതിനെ നമ്മൾ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഫൈബർ പ്രൊഡക്ഷന് റോ ഫൈബറിനെ എടുത്ത് എന്ത് ചെയ്യുന്നു? സ്പിന്നിങ്ങിലൂടെ യാണാക്കുന്നു, ദെൻ വീവിങ് ആൻഡ് നിറ്റിങ് ഫാബ്രിക് ആക്കി മാറ്റുന്നു, ആ ഫാബ്രിക്കിനെ ഡൈയിങ് ആൻഡ് ഫിനിഷിങ്ങിന് കൊടുത്തിട്ട് ഗാർമെന്റ് ആക്കി, ആ ഗാർമെന്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. റെഡി ആണോ? സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ ഇനിയും ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടല്ലോ, ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേ. വെരി ഈസി അല്ലേ? യെസ്, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്താണെന്നാണ് നോക്കാനുള്ളത്. ഓക്കെ, സോ ഇന്ത്യൻ എക്കണോമിയിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒന്നാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്ക് നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് കിട്ടാനും സഹായിക്കുന്ന ഇൻഡസ്ട്രീസ് ആണ് നമ്മളുടെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, the only industry in the country which is self-reliant and complete in the value chain, that is raw material to the higher value added products. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾ ഇന്ത്യയിലെ ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ് ഇത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ ആണ് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. മിനറൽ ബേസ്ഡിൽ അപ്പോൾ റോ മെറ്റീരിയൽസ് എന്തായിരിക്കും? മിനറൽസ് ആയിരിക്കും. ഓക്കെ, സോ അയൺ ആൻഡ് സ്റ്റീൽ, സിമെന്റ്, മെഷീൻ ടൂൾസ്, പെട്രോ കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് റൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് നമ്മളെ മിനറൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? യെസ്, ഇനി അടുത്തതാണ് അലൂമിനിയം സ്മെൽറ്റിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അലൂമിനിയം ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ്. ഇറ്റ് ഈസ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റാലർജിക്കൽ ഇൻഡസ്ട്രീസിൽ വരുന്നതാണ് അലൂമിനിയം സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അലൂമിനിയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെരി ലൈറ്റ് ആണ്, റെസിസ്റ്റന്റ് ടു കൊറക്ഷൻ ആണ്, എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, മാലിയബിൾ, പെട്ടെന്ന് വളയൊന്നും ചെയ്യാത്തതാണല്ലേ. നമ്മുടെ അലൂമിനിയത്തിന്റെ പാത്രമൊക്കെ നിലത്തേക്ക് ഇട്ടാൽ അത് വളഞ്ഞു പോവുക ഇല്ല, ഭയങ്കര ഉറപ്പുള്ളതൊക്കെയാണ് എന്ത് അലൂമിനിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ മറ്റുള്ള മെറ്റൽസുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം സ്ട്രോങ് ആവാൻ പറ്റുന്നതുമാണ് ഈ ഒരു അലൂമിനിയം. സോ ഈ എയർക്രാഫ്റ്റിന് യൂട്ടൻസിൽസ്, നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ, വയറുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അലൂമിനിയം ആണ് അല്ലേ? അപ്പൊ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് അലൂമിനിയം സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ഗെയിൻ പോപ്പുലാരിറ്റി ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. എന്തിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറിയത്? അലൂമിനിയം. സ്റ്റീൽ, പണ്ടൊക്കെ സ്റ്റീലിന്റെ പാത്രങ്ങളെ ഉള്ളായിരുന്നു, പിന്നീടാണ് അലൂമിനിയത്തിന്റെ പാത്രങ്ങളൊക്കെ വന്നത് കേട്ടോ. സോ സ്റ്റീൽ, കോപ്പർ, സിങ്ക്, സ്റ്റീലൊക്കെ വെയിറ്റ് ആണെങ്കിൽ ഇതൊക്കെ വെയിറ്റ്ലെസ് ആയിരിക്കും കുറച്ചുകൂടെ. സിങ്ക്, ലെഡ്, അതൊക്കെ എന്താണ്?
നമുക്ക് എന്ത് പറയാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് അലൂമിനിയം സ്മെൽറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നുള്ള സ്ഥലം കൂടെ ഒന്ന് പഠിക്കുക. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, കേരള, UP, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര ആൻഡ് തമിഴ്നാട്ടിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, ബോക്സൈറ്റ് ആണ് കേട്ടോ. അലൂമിനിയത്തിന്റെ റോ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് സ്മെൽറ്റേഴ്സ് ഇൻ വെരി ഡാർക്ക് റെഡിഷ് കളേർഡ് ബ്ലാക്ക് ആയിട്ട് മാറുന്നുണ്ട്. നല്ലോണം യൂസ് ചെയ്തിട്ട് ഈ ബോക്സൈറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലൂമിനിയം ആക്കി മാറ്റുന്നത്. നമ്മളൊരു 4 to 6 ടൺ ഓഫ് ബോക്സൈറ്റ് എടുത്താൽ അത് നമുക്ക് തരുന്നത് 2 tons ഓഫ് അലൂമിനിയം ആൻഡ് വെറും 1 ton ഓഫ് അലൂമിനിയം ആണ് നമുക്ക് 4 to 6 tons ഓഫ് ബോക്സൈറ്റിൽ നിന്ന് കിട്ടുന്നത്. വെറും 1 ton ഓഫ് അലൂമിനിയം ആണ് കിട്ടുന്നത്. അപ്പോൾ അലൂമിനിയം ഇൻഡസ്ട്രീസിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിയാൽ, റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആയിരിക്കും. അപ്പോൾ ബോക്സൈറ്റ് ക്വാറിയിൽ നിന്നിട്ട് റോ മെറ്റീരിയൽ എടുക്കുന്നു, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ഒന്നെങ്കിൽ റെയിൽ വഴി, ട്രെയിൻ വഴി, അല്ലെങ്കിൽ ഷിപ്പ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ അലൂമിനിയം ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ബോക്സൈറ്റ് ക്രഷ്ഡ് ആൻഡ് അലൂമിനിയം ഡിസോൾഡ് ഔട്ട്, അല്ല അലൂമിനിയം റിഫൈനറിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അതിനെ വേർതിരിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് 3 കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ബൾക്ക് ഓർ ഷിപ്പ് ടു സൈറ്റ് ഓഫ് സ്മെൽറ്റർ, അല്ലെ എന്ത് ചെയ്യുന്നു, ബൾക്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മെൽറ്ററിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. കാൽസിനേറ്റഡ് പെട്രോളിയം കോക്ക് ഫ്രം എ റിഫൈനറി, പിച്ച് ഫ്രം എ കോളിയറി. ഓക്കെ, അപ്പൊ ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെറ്റൽ ആക്ട് ആസ് ആൻ ഇലക്ട്രോലൈറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലൂമിനിയം സ്മെൽറ്റർ ഇതുകൂടെ മിക്സ് ചെയ്തിട്ടാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നല്ല കറണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു അലൂമിനിയം ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് അലൂമിനിയം ഇൻഡസ്ട്രീസ് ഹാപ്പൻ. അപ്പൊ ഇങ്ങനെയാണ് അലൂമിനിയം ഇൻഡസ്ട്രീസിലുള്ള മാനുഫാക്ചറിങ് നടക്കുന്നത്. ഒരൊറ്റ മിനിറ്റ്. റെഡി, ക്ലിയർ? യെസ്, റെഡി ആണ്. അലൂമിനിയം ഇൻഡസ്ട്രീസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ? 1 minute. ഹലോ, ഓക്കെ, കട്ടായി വീണ്ടും. അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ റെഡി ആയവരെല്ലാരും എന്ത് ചെയ്യുക, കുറെ യെല്ലോ ഹാർട്സ് ഇട്ട് തരിക കേട്ടോ. റെഡി ആയവരൊക്കെ എന്ത് ചെയ്യുക, കുറെ യെല്ലോ ഹാർട്സ് ഇട്ട് തരിക. സെറ്റാണോ? യെസ്. യെസ്, ഓക്കെ ആണ് അല്ലേ? ഇനി കുറച്ച് ഇൻഡസ്ട്രീസ് കൂടെ നോക്കാനുള്ളൂ, ഇപ്പൊ കഴിയും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കെമിക്കൽ ഇൻഡസ്ട്രീസ് ആണ്. കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോയിങ് ആൻഡ് ഡൈവേഴ്സിഫൈങ് ഇൻഡസ്ട്രി ആണ് കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിൽ എന്തുണ്ട്, ബോത്ത് ലാർജ് ആൻഡ് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. റാപ്പിഡ് ഗ്രോത്ത് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് സെക്ടേഴ്സിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. സോ ഇനോർഗാനിക് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സൾഫറിക് ആസിഡ്, അതേപോലെ ഈ മാനുഫാക്ചറിങ് ഫെർട്ടിലൈസേഴ്സിനും സിന്തറ്റിക് ഫൈബേഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഈ സൾഫ്യൂറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ആൽക്കലൈസ്, സോഡ ആഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആൻഡ് കോസ്റ്റിക് സോഡ. സോ ദീസ് ഇൻഡസ്ട്രീസ് ആർ വൈഡ്ലി സ്പ്രെഡ് ഓവർ ദ കൺട്രി. എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നതാണ് കെമിക്കൽ ഇൻഡസ്ട്രീസ്. പക്ഷേ കെമിക്കൽ ഇൻഡസ്ട്രീസ് ഒന്നും നല്ല രീതിയിൽ നമ്മൾ റൺ ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ളത്. ഓക്കെ, next one is fertilizer industry. It centers around the production of nitrogenous fertilizers, mainly urea, phosphatic fertilizers and ammonium. Okay, idinte production aanu fertilizer industries focus cheyyunnathu. Okay, ammonium phosphate complex fertilizers which has a combination of nitrogen, phosphate and potash കൂടിയിട്ടുള്ള complex fertilizers ഒക്കെ produce ചെയ്യാൻ വേണ്ടിയിട്ടാണ് fertilizer industries വരുന്നത്. So the third, that is potash is entirely imported as the country does not have any reserves. നമുക്ക് പൊട്ടാഷിന്റെ റിസർവ്സ് ഒന്നും ഇല്ല of commercially usable potash or potassium compounds in any form. So green revolution ശേഷം the industry expanded to several other parts of the country. എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ് തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്ത്, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, കേരള, ഇറ്റ് ഓൾ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ഹാഫ് ഓഫ് ദ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ അല്ലെ. ഇതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇതാണ് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ആണ് അല്ലെ. എന്താണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വെഹിക്കിൾസിലെ ട്രക്സ്, ബസ്സസ്, കാർസ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് വെഹിക്കിൾ ഫോർ ക്വിക്ക് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് പാസഞ്ചേഴ്സ്. ഗുഡ്സും സർവീസസും ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മളെ പാസഞ്ചേഴ്സിന് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ
ഈ കാറുകളും ബൈക്കുകളും ഒക്കെ. അപ്പോൾ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ട്രക്സ്, ബസ്, മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ, 3 വീലേഴ്സ്, മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ദ ലിബറലൈസേഷൻ, നമുക്ക് ആ ഒരു ഫ്രീഡം ഒക്കെ കിട്ടിയതിന് ശേഷം, കമ്മിങ് ഇൻ എ ന്യൂ ആൻഡ് കോണ്ടംപററി മോഡൽ സ്റ്റിമുലേറ്റ് ദ ഡിമാൻഡ് ഓഫ് വെഹിക്കിൾസ് ഇൻ ദ മാർക്കറ്റ്, അല്ലെ? അപ്പോൾ മാർക്കറ്റിൽ എന്ത് കൂടിയിട്ടുണ്ട്, ഈ വെഹിക്കിൾസിന്റെ ഡിമാൻഡ് ഒക്കെ കൂടിയിരിക്കുകയാണ് ചെയ്തത്. സോ വിച്ച് ലെഡ് ടു ഹെൽത്തി ഗ്രോത്ത് ഓഫ് ദ ഇൻഡസ്ട്രി ഇൻക്ലൂഡിംഗ് പാസഞ്ചർ കാർസ്, 2 and 3 വീലേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു രീതിയിലും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു എല്ലാവർക്കും ആ ലിബറലൈസേഷൻ ഒക്കെ കിട്ടിയതിന് ശേഷം വെഹിക്കിൾസിന്റെ ഡിമാൻഡ് കൂടിയപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് കാർസും 2 വീലേഴ്സും 3 വീലേഴ്സ്, ഓട്ടോ പോലെയുള്ള 3 വീലേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇത് ഇൻഡസ്ട്രി എവിടെയൊക്കെയാണ്? ഡൽഹി, ഗുരുഗ്രാം, മുംബൈ, പൂനെ, ചെന്നൈ, കൊൽക്കത്ത, ലക്നൌവിലൊക്കെയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ കുറച്ചുകൂടെ ഉള്ളൂ, ലാസ്റ്റ് ഇൻഡസ്ട്രീസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പൊല്യൂഷൻ കൂടെ നോക്കിയാൽ നമ്മുടെ ചാപ്റ്റർ ഇറ്റ് ഈസ് ഡൺ. ഓക്കെ ഓക്കെ, സെറ്റ് അല്ലേ ഗൈസ്? റെഡി ആണെങ്കിൽ എല്ലാവരും കുറച്ച് യെല്ലോ ഫ്ലവേഴ്സ് തരിക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാത്തവർ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മളെ ദ IT ഇൻഡസ്ട്രീസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് പറയാനുള്ളത്. സോ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്, ഒരുപാട് പ്രൊഡക്ട്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ട്രാൻസിസ്റ്റർ സെറ്റ്സ് ടു ടെലിവിഷന്, ടെലിഫോൺ, സെല്ലുലാർ, ടെലികോം, ടെലിഫോണിക് എക്സ്ചേഞ്ച് റേറ്റ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ ഇലക്ട്രോണിക് എന്ന് പറയുന്നത്. റഡാർസ്, കമ്പ്യൂട്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആർ ദ equipment required by the telecommunication industries. Okay, so Bangalore has emerged as the electronic capital of India. One word ചോദിച്ചിരിക്കും, എവിടെയാണ് ഇലക്ട്രോണിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബാംഗ്ലൂരു. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് സെന്റേഴ്സ് ആണ്, മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, പൂനെ. ഓക്കെ ഓക്കെ, ഇനി എന്താണ് NTPC എന്നും ഞാൻ ഒരു 1 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് എ മേജർ പവർ പ്രൊവൈഡർ ഇൻ ഇന്ത്യ ദാറ്റ് ഫോക്കസ് ഓൺ പ്രൊട്ടക്ടിങ് ദ എൻവയൺമെന്റ്. നമ്മുടെ എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? പവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ISO 14000 സർട്ടിഫിക്കേഷൻ ഇൻ ഇറ്റ്സ് എൻവയൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പം എൻവയൺമെന്റിനോടുകൂടെ കൺസേർവ് ചെയ്തിട്ടുള്ള ഒരു പവർ പ്ലാന്റ് ആണ് NTPC എന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. ദാറ്റ് ഈസ് NTPC. ഇനി ഈ ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കുമാണ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ആൻഡ് എൻവയൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസ് പൊല്യൂട്ടഡ് ആവുന്നത് പലതരം പൊല്യൂഷൻ ഇൻഡസ്ട്രീസ് കാരണം ഉണ്ടാവുന്നുണ്ട്. ഇൻഡസ്ട്രീസ് നമ്മുടെ ഗ്രോത്തിനൊക്കെ സംഭവം ആവശ്യമുള്ളതാണ്. പക്ഷേ ഇൻഡസ്ട്രീസ് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രശ്നകരമായിട്ടുള്ള ഒരാളായിട്ട് മാറുന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ട്. സോ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലേ? അതായത് എന്താണ് പുറത്തേക്ക് തള്ളുന്ന നമ്മളെ ആ എമിറ്റ് ചെയ്യുന്ന കെമിക്കൽ ആൻഡ് പേപ്പർ ഫാക്ടറീസിലുള്ള സ്മോക്ക് ഒക്കെയാണ് എയർ പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എയർബോൺ പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസ് കണ്ടെയ്ൻ സോളിഡ് ആൻഡ് ലിക്വിഡ് പാർട്ടിക്കിൾ ലൈക്ക് ഡസ്റ്റ് ആയിട്ടും സ്പ്രേ ആയിട്ടും മിസ്റ്റ് ആയിട്ടും സ്മോക്ക് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എല്ലാവരുടെ അടുത്തേക്കും വരുന്നുണ്ട്. അത് നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസും എല്ലാവരെയും പല രീതിയിലും അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫാക്ടറീസിനുള്ള പ്രോപ്പർ മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു harm our society. ഓക്കെ, സോ ഇതാണ് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫാക്ടറീസ് ഒക്കെ എന്ത് ചെയ്യുക? അത്രയും ചൂടോട് കൂടി തന്നെ ആ കെമിക്കൽ സാധനങ്ങളൊക്കെ പുഴകളിലേക്കൊക്കെ തള്ളുന്നതാണ് ഈ ഒരു വാട്ടർ പൊല്യൂഷൻ കൊണ്ടെന്ന് പറയുന്നത്. മേജർ വാട്ടർ പൊല്യൂഷൻസ് എന്ന് പൊല്യൂട്ടൻറ്റ് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈസ്, അതേപോലെ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുന്നില്ല, ആ ഡിറ്റർജൻറ്റ് ആസിഡ്, സാൾട്ട് ഒക്കെ ഭയങ്കര പ്രശ്നക്കാരാണ് കേട്ടോ. സോ ഹെവി മെറ്റൽസ് ലൈക്ക് ലീഡ് ആൻഡ് മെർക്കുറി, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സിന്തറ്റിക് കെമിക്കൽസ് വിത്ത് കാർബൺ, പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ എക്സെട്ര എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ. അങ്ങനെ വാട്ടർ ബോഡീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റ് ആയിട്ട് പോവാണ്. അത് നമ്മളുടെ ബോത്ത് എക്കോസിസ്റ്റം, അതായത് ഹ്യൂമൻ ബീങ്സിനെയും അല്ലാത്ത മെറൈൻ ആനിമൽസ് എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് വാട്ടർ പൊല്യൂഷൻ. ഇനി ഇതാ ഈ ഇൻഡസ്ട്രീസിലൊക്കെ ചില മെഷീൻസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം, ഇങ്ങനെ തള്ളി ഇങ്ങനെ വലിന് ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന മെഷീൻസ്. ഏതെങ്കിലും ഇൻഡസ്ട്രീസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, സോ ദ ജനറേറ്റേഴ്സ്, കംപ്രസേഴ്സ്, മെഷീൻസ്, അതേപോലെ ഫർണേസസ്, ലൂംസ്, എക്സോസ്റ്റ് ഫാൻസ് എക്സെട്ര യൂസ് ബൈ ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് നോയ്സ്. ഒരുപാട് സൗണ്ട് ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ ഓരോ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇത്ര മാത്രമേ സൗണ്ട് ഉണ്ടാക്കാവുള്ളൂ എന്നൊക്കെ. സോ നോയ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നുണ്ട്, നമുക്ക് ഫിസിയോളജിക്കൽ എഫക്ട്സ്, ഹെയറിംഗ് ഇമ്പയർമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു പ്രശ്നം അതാണ്. നെക്സ്റ്റ് ലാൻഡും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രീസ് കാരണം. നല്ല രീതിയിൽ എല്ലാം ഇൻഡസ്ട്രീസ് കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിലാണ് ഇത്തരം പൊല്യൂഷൻസ് നടക്കുന്നത് കേട്ടോ. സോ ലാൻഡ് എന്ന് പറഞ്ഞാൽ
ലാൻഡ് വാട്ടർ പൊല്യൂഷൻ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഡംപിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എസ്പെഷ്യലി ഗ്ലാസ്, ഹാർംഫുൾ കെമിക്കൽ, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്, പാക്കിംഗ് സോൾസ് ആൻഡ് ഗാർബേജ് ഇൻ ടു ദ സോയിലിനെയാണ് നമ്മൾ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ലാൻഡിലേക്ക് പുറന്തള്ളുക. അത് നമ്മുടെ ലാൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീഗ്രേഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി തേർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റസ് ഫ്രം ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നുള്ള വേസ്റ്റസ്, ന്യൂക്ലിയർ ആൻഡ് വെപ്പർ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് കോസ് ചെയ്യുന്നുണ്ട് ക്യാൻസർ. ഇനി ബർത്ത് ഡിഫക്ട്സ്, അല്ല ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ബർത്ത് ഡിഫക്ട്സുകൾ, ജനിച്ചു വരുമ്പോൾ ബർത്ത് ഡിഫക്റ്റോട് കൂടിയിട്ടൊക്കെ ജനിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഈ തേർമൽ പൊല്യൂഷന് ലീഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ദ വേസ്റ്റസ് ഫ്രം ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്നുള്ള വേസ്റ്റസ് ആണ് തേർമൽ പൊല്യൂഷനിലേക്ക് നയിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ വേരിയസ് പൊല്യൂഷൻസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ദ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ മാപ്പ് മാർക്കിന് ചോദിക്കും. ശ്രീനഗർ, മൊഹല്ലി, നോയിഡ, ജയ്പൂർ, ഗാന്ധിനഗർ, ഇൻഡോർ, ഹിയർ ബാംഗ്ലൂർ ആണല്ലേ നമ്മുടെ ഇലക്ട്രോണിക് ഹബ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? ഹൗ ക്യാൻ വി കൺട്രോൾ ദ എൻവയൺമെന്റൽ ഡീഗ്രഡേഷൻ? ഈ പൊല്യൂഷനൊക്കെ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കാനുള്ളത്. സോ മിനിമൈസിങ് വാട്ടർ യൂസേജ് ബൈ റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് ഇറ്റ് ഇൻ ടു 2 or more സക്സസീവ് സ്റ്റേജസ്. അല്ലെ, എന്ത് ചെയ്യുക, വാട്ടർ യൂസേജ് മിനിമൈസ് ചെയ്യുക, അതേപോലെ അത് റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, 2 or more സക്സസീവ് സ്റ്റേജസിലേക്ക് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും, വെള്ളത്തിന്റെ ആവശ്യങ്ങൾ ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഹോട്ട് വാട്ടർ ഒക്കെ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, കെമിക്കൽസ് ഒന്നും അതേപോലെ പുഴയിലേക്ക് തള്ളാതിരിക്കുക. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ക്യാൻ ബി ഡൺ ഇൻ 3 phases. അപ്പോൾ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തത് പ്രൈമറി, രണ്ടാമത്തത് സെക്കൻഡറി, മൂന്നാമത്തത് ടെർഷ്യറി ആണ്. പ്രൈമറി ട്രീറ്റ്മെന്റ് ബൈ മെക്കാനിക്കൽ മീൻസ് ദിസ് ഇൻവോൾവ് സ്ക്രീനിങ്, ഗ്രൈൻഡിങ്, ഫ്ലക്കലേഷൻ ആൻഡ് സെഡിമെന്റേഷൻ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ്. ടെർഷ്യറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ എന്തുകൂടെ ഇൻവോൾവ് ആണ്? വാട്ടർ റീസൈക്ലിംഗ്, വേസ്റ്റ് വാട്ടർ റീസൈക്ലിംഗ് കൂടെ ടെർഷ്യറി ട്രീറ്റ്മെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ട് വേണം വേസ്റ്റസ് ഒക്കെ പുറന്തള്ളാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ കൺട്രോൾ ദ ഡെഗ്രഡേഷൻ. സോ ജനറൽ മെഷേഴ്സ് എന്തൊക്കെയാണ് എൻവയൺമെന്റൽ പൊല്യൂഷൻ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ലൈവിന് ശേഷം ഇതിന് പുറമെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എൻവയൺമെന്റൽ ഡീഗ്രഡേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അയക്കണം കേട്ടോ, along with the review of our class. Okay, so overdrawing of our groundwater reserves by industries need to be regulated legally. അല്ലെ, എന്ത് ചെയ്യുക? overdrawing of groundwater reserve by industries എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം, നിയമപരമായിട്ട് തന്നെ അത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരിക. നെക്സ്റ്റ് ജനറേറ്റേഴ്സും ആൻഡ് അതർ മെഷീനറി ഷുഡ് ബി ഫിറ്റഡ് വിത്ത് സൈലൻസേഴ്സ്. അല്ലെ, വലിയ മെഷീനറീസ് ഒക്കെ നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതൊക്കെ സൈലൻസേഴ്സോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫിറ്റ് ചെയ്യണം. ഓക്കെ, yes, okay, ready? And other noise absorbing materials to reduce their sound. Okay, അതേപോലെ തന്നെ മറ്റുള്ള നോയിസ് അബ്സോർബിംഗ് മെറ്റീരിയൽസും അതിന്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈലൻസേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എൻവയൺമെന്റൽ പൊല്യൂഷനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പോസിബിൾ ആവുന്നതാണ്, പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ചാപ്റ്റർ. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞു. നിങ്ങൾ ഭയങ്കര ടഫായിരുന്നു എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതാ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? ഓൾ ക്ലിയർ? സെറ്റാണോ? സെറ്റല്ലേ? റെഡി? യെസ്, ഓക്കെ. അപ്പം ക്ലാസ്സിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. ഒപ്പം തന്നെ മറക്കണ്ട, നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പബ്ലിക് ലൈവ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ലൈവിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്, താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ നൗ ഇറ്റ്സെൽഫ് വിത്ത് ഓഫറോട് കൂടി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. മക്കളെ, നിങ്ങളോട് പറയുകയാണ്, ഇനി ലാസ്റ്റ് മൂമെൻ്റ് ആണ്, ഇനി റിസ്ക് എടുക്കണ്ട. അതായത് നിങ്ങൾക്ക് എത്ര പഠിച്ചിട്ട്
വിചാരിച്ചിട്ടും കയറുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ സെഷൻ നമ്മൾ എഡ്യൂപോണിൻ്റെ ആപ്പിൽ ഓൾറെഡി വി ഹാവ് റെക്കോർഡഡ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നിട്ടുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റ്സ് ഉണ്ട്, ലൈക്ക് ടൈം കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, സോ അവിടെ നമ്മൾ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് ഓരോ കാര്യങ്ങൾ അറിയണമെങ്കിലും ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും പല സബ്ജക്റ്റ് കൊണ്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ. സോ ബാച്ചിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാം. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അത് വിചാരിച്ച് ഇന്ന് തന്നെ ഈ ഒരു മൊമെന്റ് തന്നെ പൈസ അടിക്കണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഫോം ഒന്ന് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഇഫ് യു ആർ വീക്ക് ഇൻ മാത്സിന് വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂപോർട്ട് സ്പെഷ്യൽ ആയിട്ട് മാത്സ് പ്രോ ബാച്ച് ഒക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ മാത്സ് പ്രോന്റെ ലിങ്ക് രജിസ്ട്രേഷൻ ഒക്കെ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് എൻവയൺമെന്റൽ ഡീഗ്രഡേഷൻ ഒരു മെഷർ കൂടെ ഞാൻ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് along with the review of the class നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ലൈവിന് ശേഷം അറിയിക്കുക. അപ്പം വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? യെസ്, അപ്പം ലൈക്ക് ചെയ്യാത്തവർ പെട്ടെന്ന് ലൈക്ക് ചെയ്തിട്ട് യു ക്യാൻ എൻഡ് ലൈഫ്. സോ ബൈ, താങ്ക് യു.